الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അൽ മുലഖസുൽ ഫിഖ്ഹിയിൽ നിന്ന് കിതാബു സ്വലാത്തിൽ അടുത്ത അധ്യായം ബാബുൻ ഫി ശുറൂത്തിസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ ശുറൂത്തുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്കൊരു സന്തോഷവാർത്തയുള്ള ദിനങ്ങളാണ്. നമ്മുടെ ഈ ഗ്രന്ഥ രചയിതാവ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തെ സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട മുഫ്തി അൽ ആം, ഗ്രാൻഡ് മുഫ്തിയായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ചുമതല നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിൻ്റെ അമലിലും ഇൽമിലും ബർക്കത്തുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഹ്ലുസുന്നയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഷെയ്ഖിൻ്റെ നൽകപ്പെട്ടിരിക്കുന്ന ഈ ആദരവ്. ഷെയ്ഖ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുക എന്നുള്ളതും അതേപോലെ തന്നെ ഫത്വകളിൽ അവലംബിക്കപ്പെടുക എന്നുള്ളതുമെല്ലാം അദ്ദേഹത്തിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ വലിയ ഫദ്ലിൽപ്പെട്ടതാണ്, അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെ അധ്യായത്തിൽ ഇനി പറയാനുള്ളത്, നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് ശരിയാകണമെങ്കിൽ അനിവാര്യമായും വേണ്ട ചില നിബന്ധനകളാണ്, ശുറൂത്തുകളാണ്. മുസന്നിഫ് പറയുന്നു, അഷ്ഷർതു ലുഗത്തൻ അൽ അലാമ. ഭാഷയിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ അലാമ, അടയാളം എന്നാണ് ഭാഷയിൽ ഷർത്ത് എന്നതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ സാധാരണ നമസ്കാരത്തിൻ്റെ ശുറൂത്തുകൾ, വുദൂഇൻ്റെ ശുറൂത്തുകൾ, അതേപോലെ തന്നെ നോമ്പിൻ്റെ, ഇതിങ്ങനെ പല ശുറൂത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ശരീഅത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഫുഖഹാക്കളുടെ അടുക്കൽ ശുറൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഇപ്രകാരമാണ് നിർവചിക്കപ്പെടുന്നത്: മാ യൽസമു മിൻ അദമിഹി അൽ അദം വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാത്തിഹി. ഷർത്തിന് ഉലമാക്കൾ നൽകുന്ന നിർവചനമാണ്. മാ യൽസമു മിൻ അദമിഹി അൽ അദം. ഒരു കാര്യത്തിനാണ് ഷർത്ത് എന്ന് പറയുന്നത്. യൽസമു മിൻ അദമിഹി അൽ അദം, അത് അതിന്റെ അദം എന്ന് പറഞ്ഞാൽ അതില്ല എന്നുള്ളത് ഇല്ലായ്മയെ നിർബന്ധമാക്കും എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, ശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോ മാ യൽസമു മിൻ അദമിഹി, അപ്പൊ ഈ ശുദ്ധി ഉണ്ടാവുക എന്നുള്ള ഷർത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളത് എന്തിനു നിർബന്ധമാക്കും? നമസ്കാരത്തെ ഇല്ലാതെയാക്കും. അതാണ് അതിന്റെ ഒരു ഭാഗം. മാ യൽസമു മിൻ അദമിഹി അൽ അദം. അപ്പോൾ ശുദ്ധിയില്ല എന്നുള്ളതായ, ശുദ്ധി വേണമെന്നുള്ള നിബന്ധന, ആ ഷർത്ത്, അത് ഇല്ലാതെയാവുക എന്നുള്ളത് എന്തിനില്ലാതെയാക്കും? നമസ്കാരം സ്വീകരിക്കപ്പെടുക അല്ലെങ്കിൽ നമസ്കാരം ശരിയാവുക എന്നുള്ള കാര്യത്തെ ഇല്ലാതെയാക്കും. അതേപോലെ തന്നെ വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാത്തിഹി. എന്നാൽ ഈ ഷർത്ത് ഉണ്ട് എന്നുള്ളത്, അത് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല? ഏതൊന്നിന്റെ നിബന്ധനയായിട്ടാണോ ഇത് വെക്കപ്പെട്ടത് ആ കാര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് ഉണ്ടാകുന്നതോ ഉണ്ടാകാതിരിക്കുന്നതോ ഇതിന്റെ മാത്രം എന്തിലല്ല, അവലംബിച്ചുകൊണ്ടുള്ളതല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് എന്ത് ചെയ്തു?
വുദൂ നമസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. വുദൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമസ്കാരം ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. നമസ്കാരം ചിലപ്പോൾ എന്ത് ചെയ്യാം, പല കാരണങ്ങൾ കൊണ്ട് ബാത്തിലാകാം. ഇത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമസ്കാരം ശരിയാകണമെന്നതില്ല, നിർബന്ധമൊന്നുമില്ല. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഇല്ല എങ്കിൽ പിന്നെ എന്താവില്ല, നമസ്കാരം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഷുറൂത്തുകൾ എന്ന് പറയുന്നത്. ഷുറൂത്തു സ്വലാത്തി മാ തതവഖഫു സിഹ്ഹതുഹാ അലൈഹാ മഅൽ ഇംകാൻ. അപ്പോൾ ഇവിടെ നമസ്കാരത്തിന്റെ ഷുറൂത്തുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാണ് തതവഖഫു സിഹ്ഹതുഹാ അലൈഹാ, നമസ്കാരത്തിന്റെ സിഹ്ഹത്ത് അത് ശരിയാവുക എന്നുള്ളത് നിലകൊള്ളുന്നത് ഈ ഷുറൂത്തുകളുടെ മേലാണ്. മാൽ ഇംകാൻ, ഇംകാനിനോടുകൂടെ, അതായത് ഇതുണ്ടെങ്കിലേ അത് ശരിയാവൂ. എന്തെങ്കിലും ഇത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ശരിയാകണം നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. വേറെയും എന്തുണ്ട്, പല ഘടകങ്ങളുണ്ട്. നമസ്കാരം ശരിയാകണമെങ്കിൽ അതിന്റെ അർക്കാനുകൾ ശരിയാകണം. അത് വേറെ പല കാരണങ്ങളുമുണ്ട്. നിയ്യത്ത് ശരിയാകണം, അതിന്റെ ഇഖ്ലാസ് ശരിയാകണം, ഇതൊക്കെ വേണ്ടതുണ്ട്. വലിസ്വലാത്തി ശുറൂത്തുൻ ലാ തസിഹു ഇല്ലാ ബിഹാ. അപ്പോൾ നമസ്കാരത്തിന് ചില ശുറൂത്തുകളുണ്ട്, അതുകൊണ്ടല്ലാതെ നമസ്കാരം എന്താവില്ല, സ്വഹീഹാവുകയില്ല. ഇദാ ഉദിമത് ഔ ബഅദുഹാ ലം തസിഹ സ്വലാത്ത്. ആ ശുറൂത്തുകൾ ഒന്നടങ്കം ഇല്ലാതെയായി, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ചിലത് ഇല്ലാതെയായാൽ നമസ്കാരം സ്വഹീഹാവുകയില്ല. വമിൻഹ, അങ്ങനെയുള്ള ശുറൂത്തുകളിൽപ്പെട്ടതാണ് അശ്ശർത്തുൽ അവ്വലു ദുഖൂലു വഖതിഹ. ഒന്നാമത്തെ ഷർത്ത്, ഓരോ നമസ്കാരത്തിലും അതാതിന്റെ സമയം പ്രവേശിക്കണം എന്നുള്ളതാണ്. 5 നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളുടെ സമയം പ്രവേശിച്ചാൽ മാത്രമേ എന്താവൂ, നമസ്കാരം ശരിയാവൂ. ഇതാണ് ഒന്നാമത്തെ നിബന്ധന നമസ്കാരത്തിന്റെ. കാരണം അല്ലാഹു തആല പറയുന്നു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയമായി നമസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ അത് മൗഖൂത്തായ, സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ നിർബന്ധ കർത്തവ്യമാണ്. അപ്പൊ നമസ്കാരത്തിന് എന്തുണ്ട്, സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഐ മഫ്റൂദൻ ഫി ഔഖാത്തിൻ മുഹദ്ദദ, നിർണയിക്കപ്പെട്ട സമയങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടതാണ് എന്ത്, നമസ്കാരങ്ങൾ. ഫതൗഖീതു ഹുവ തഹദീദ്. തൗഖീത്, സമയം നിർണയിക്കുക എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിക്കുക, തഹദീദ് ചെയ്യുക. വഖദ് വഖത അല്ലാഹു അസ്സല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, നമസ്കാരത്തിന് സമയം നിർണയിച്ചു. അതായത് അന്നഹു സുബ്ഹാനഹു ഹദ്ദദ ലഹാ വഖതൻ മിനൽ സമാനി, സമയകാലത്തിൽ നിന്ന് ചില സമയങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. വഖദ് അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന ലിസ്സലവാതി الخمس أوقاتا مخصوصة محدودة لا تجوز قبلها. അപ്പോൾ ഇത് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് എന്നിട്ട് അതിന് പ്രത്യേകമായ നിർണിതമായ ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ ആകുന്നതിന് മുമ്പ് അത് നിർവഹിച്ചാൽ എന്താവില്ല, നമസ്കാരം സ്വഹീഹാവുകയില്ല, അത് മതിയായി തീരുകയില്ല എന്നുള്ളതിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല. ഇത് മുസ്ലിങ്ങൾ ഒന്നടങ്കം ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. قال أمير المؤمنين عمر بن الخطاب رضي الله عنه. عمر بن الخطاب رضي الله عنه പറഞ്ഞു, الصلاة لها وقت, നമസ്കാരത്തിന് ഒരു സമയമുണ്ട്. ശറതഹു അല്ലാഹു ലഹാ, ഇത് അല്ലാഹു ആണ് എന്ത് ചെയ്തത്, നമസ്കാരത്തിന് നിബന്ധനയാക്കിയത്. ലാ തസിഹു ഇല്ലാ ബിഹി, അതുകൊണ്ടല്ലാതെ എന്താവില്ല, നമസ്കാരം സ്വഹീഹാവുകയില്ല. ഫസ്സലാത്തു തജിബു ബിദുഖൂലി വഖതിഹ. അപ്പോൾ നമസ്കാരം നിർബന്ധമാകുന്നത് എപ്പോഴാണ്, അതിന്റെ സമയം പ്രവേശിക്കുമ്പോഴാണ്. لقوله تعالى, കാരണം അല്ലാഹു തആല പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി, നീ നമസ്കാരത്തെ നിർവഹിച്ചു കൊള്ളുക, ലിദുലൂകി ശംസി, സൂര്യൻ തെറ്റിയ കാരണത്താൽ. അപ്പോൾ സൂര്യൻ തെറ്റുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കണം. അത് ളുഹർ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. മഗ്രിബിനെ സംബന്ധിച്ചാണെന്നുണ്ട്. അപ്പോൾ അല്ലാഹു നിശ്ചയിച്ച ആ സമയം പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണം എന്നുള്ളതാണ്. وقد أجمع العلماء على فضيلة الإتيان بالصلاة في أول وقتها في الجملة. മറ്റൊരു കാര്യം മുസ്ലിഫോട് പറയുന്നത്, ഉലമാക്കൾ എല്ലാവരും ഏകോപിച്ച കാര്യമാണ്, ഏതൊരു നമസ്കാരവും അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതിന്റെ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠതയുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് നമസ്കാരമാകട്ടെ അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് എന്ത്, ശ്രേഷ്ഠതയുള്ള കാര്യം. സുബ്ഹാണെങ്കിലും ബുഹറാണെങ്കിലും അസ്റാണെങ്കിലും മഗ്രിബാണെങ്കിലും. അതിനുള്ള തെളിവ്, വ്യത്യസ്ത തെളിവുകളുണ്ട്. അതിലൊന്നാമത്തേത് ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ എന്ത് ചെയ്തു, മുൻകടന്നുകൊള്ളുക എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്.
മറ്റൊരായത്തിന്റെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗത കാണിക്കുക. അപ്പൊ അമലുകൾ പാപമോചനത്തിലേക്ക് വേഗത കാണിക്കുക എന്ന് പറഞ്ഞാൽ അമലുകൾ എന്ത് ചെയ്യുക, വേഗതയിൽ നിർവഹിക്കുക, അതിൽ കാലതാമസം വരുത്താതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരായത്ത് കാണാം, വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. വസ്സാബിഖൂന നന്മകളിൽ മുൻകടന്നവരായ ആളുകൾ, ഖൈറുകൾ ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളുകൾ അസ്സാബിഖൂൻ, അവരാണ് മുൻകടന്നവർ. നാളെ അള്ളാഹുവിന്റെ പ്രതിഫലത്ത് ലഭിക്കുന്ന കാര്യത്തിലും അവരാണെന്ത് ഏറ്റവും മുന്നിലുണ്ടാവുക. ഉലൈക്കൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കപ്പെട്ടവരും അവരായിരിക്കും. അപ്പൊ ഇതെല്ലാം അറിയിക്കുന്നത് എന്താണ്? നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അതിന്റെ ആദ്യ വക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമസ്കരിക്കുന്നതാണ് ശ്രേഷ്ഠത എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന പൊതുവായ ചില തെളിവുകളാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഏത് അമലാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്തിൽ നിർവഹിക്കുന്നതാണ്. അതായത് അതിന്റെ ആദ്യ സമയമാണ് എന്നതാണ് അതിന്റെ ഉദ്ദേശം. അതേപോലെ തന്നെ അല്ലാഹു തആല പറയുന്നു, ഹാഫിദു അല സ്വലവാതി, നമസ്കാരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തോ? മുഹാഫദത്ത് ചെയ്തോ, അതിനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ വമിനൽ മുഹാഫദത്തി അലൈഹാ അൽ ഇത്യാൻ ബിഹാ അവ്വല വഖതിഹാ, അതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് അതിന്റെ ആദ്യ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? അതിനെ നിർവഹിക്കണം. നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ താമസിപ്പിക്കാൻ പാടില്ല. വസ്സലവാത്തുൽ മഫ്റൂദാത്തു ഖംസുൻ ഫിൽ യൗമി വൽ ലൈല, ഇങ്ങനെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ രാത്രിയിലും പകലിലുമായി 5 ലികുല്ലി സ്വലാത്തിൻ മിൻഹാ വഖ്തുൻ മുനാസിബുൻ, ഇതിൽ ഓരോ നമസ്കാരത്തിനും അനുയോജ്യമായ ചില സമയങ്ങൾ അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. ഇഖ്താറഹു അല്ലാഹു ലഹ, അതിന് ആ സമയം നിർവഹിച്ചാരാണ്? നിർണയിച്ച അള്ളാഹുവാണ്. അനുയോജ്യമായ സമയങ്ങളാണ്. യതനാസബു മഅ അഹ്വാലിൽ ഇബാദ്, മനുഷ്യരുടെ അടിമകളുടെ അവസ്ഥകളുമായി യോജിക്കുന്നതാണ് ആ സമയങ്ങൾ. ബിഹൈസു യുഅദ്ദൂന ഹാദിഹി സ്വലവാത്തി ഫീ ഹാദിഹിൽ ഔഖാത്ത്, ഈ സമയങ്ങളിൽ അവർ അതിനെ നിർവഹിക്കുന്നവരായ നിലയിൽ അള്ളാഹു ചിട്ടപ്പെടുത്തി. വലാ തഹ്ബിസുഹും അൻ അമാലിഹിമുൽ ഉഖ്റ, മറ്റുള്ള അവരുടെ അമലുകളെ തൊട്ട് അത് അവരെ തടുത്തു നിർത്തുന്നതല്ല. അവരവരുടെ മറ്റുള്ള ജോലികളും മറ്റൊന്നും ഉപേക്ഷിക്കേണ്ടതില്ലാത്ത നിലയിൽ അള്ളാഹു ചെയ്തിരിക്കുന്നു. അവരുടെ ഉറക്കത്തെ, വിശ്രമത്തെ ഇല്ലാതെയാക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലല്ല, അതല്ലാത്ത രീതിയിൽ തന്നെ അള്ളാഹു ചെയ്തു അതിനെ അനുയോജ്യമായ സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ബൽ തുഈനുഹും അലൈഹ, എന്നല്ല മനുഷ്യരുടെ മറ്റുള്ള അവരുടെ അമലുകൾക്ക് സഹായകമാകുന്നതാണെന്ത്? ഈ സമയം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിക്കൊണ്ട് ഒരാളുടെ നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നല്ല ചിട്ടയാർന്നതായിരിക്കും. കൃത്യസമയത്ത് അവന് ഉറങ്ങാൻ സാധിക്കും, കൃത്യസമയത്ത് പണിയെടുക്കാൻ സാധിക്കും, അവന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചിട്ടയായി തീരുന്നപ്പോഴായിരിക്കും. ഇത് കൃത്യമായി നിർവഹിക്കുന്നതിൽ അത് സഹായകരമാണ് യഥാർത്ഥത്തിൽ ഈ സമയത്തെ പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പാപങ്ങളുണ്ട്, ആ പാപങ്ങളെ അത് മായ്ച്ചു കളയുകയും ചെയ്യും. ഫഖദ് ശബ്ബഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നഹരി ജാരി, ഒഴുകുന്ന ഒരു പുഴയോടാണ് ഈ 5 നേരത്തെ നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഉപമിച്ചത്. അല്ലദീ യഗ്തസിലു മിൻഹുൽ ഇൻസാനു 5 മറാത്തിൻ, ആ പുഴയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു? 5 നേരവും അതിലിറങ്ങി കുളിക്കുന്നു. ഫലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അപ്പോൾ പിന്നെ അവന്റെ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും അവശേഷിക്കുകയില്ല എന്നതുപോലെ മനുഷ്യരുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതുമാണ് 5 നേരത്തുള്ള നമസ്കാരങ്ങൾ. വഹാദിയിൽ മവാഖീതു കമായിലി, ഇനി ഈ പറയുന്ന 5 നമസ്കാരങ്ങളുടെ സമയം താഴെ പറയുന്നത് പ്രകാരമാണ്. ഒന്നാമതായിട്ട് സ്വലാത്തു ദുഹറാണ്, ദുഹർ നമസ്കാരം. വയബ്ദഉ വഖ്തുഹാ ബിസവാലി ശംസി, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്നതോടെയാണ് അതിന്റെ സമയം ആരംഭിക്കുക. സവാലു ശംസ് എന്ന് പറഞ്ഞാൽ ഐ മൈലിഹ ഇലൽ മഗ്രിബി, പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുക? സൂര്യൻ തെറ്റുക. അൻ ഹത്തിൽ മുസാമസതി, സൂര്യൻ മധ്യാഹ്നത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രേഖയുണ്ടാവും,
അതിനെ തൊട്ട് എന്ത് ചെയ്യുന്നു? വിട്ടുകിടക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിലെ ദുലൂക്കു ഷംസിന് വേണ്ടിയിട്ട് നിങ്ങൾ നമസ്കരിക്കുക, അതായത് സൂര്യൻ ചാഞ്ഞു കഴിഞ്ഞാൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചാണ്, ഈ ളുഹറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? വയുഅറഫു الزوال بحدوث الظل في جانب المشرق. ഈ സൂര്യൻ ഇങ്ങനെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ട് എന്നറിയപ്പെടുന്നത് നിഴൽ ഉണ്ടാകുന്നതിലൂടെയാണ്. ഏത് ഭാഗത്ത് നിഴൽ ഉണ്ടാവുക? കിഴക്ക് ഭാഗത്ത് സൂര്യന്റെ നിഴൽ, സൂര്യകിരണങ്ങൾ, സൂര്യൻ വെയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന വസ്തുക്കളുടെ നിഴൽ ഏത് ഭാഗത്തുണ്ടാവുക? മശ്രിഖ് ഭാഗത്ത് പ്രത്യക്ഷപ്പെടുക, അതായത് കിഴക്ക് ഭാഗത്ത് ഉണ്ടാവും. കിഴക്കുന്ന് ഉദിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിഴൽ ഉണ്ടാകുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ് വസ്തുക്കളുടെ. അപ്പൊ ഈ നിഴൽ ഏത് ഭാഗത്തേക്ക് മാറുക? സൂര്യനങ്ങ് മധ്യത്തിലെത്തി അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സൂര്യൻ ചലിച്ചു തുടങ്ങും. എന്ത് ചെയ്യും? വസ്തുക്കളുടെ നിഴല് കിഴക്ക് ഭാഗത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴാണ് എന്താവുക? സവാൽ ആയി എന്നറിയുക. അപ്പൊ ബിഹുദൂസി الظل في جانب المشرق بعد انعدامه من جانب المغرب. പടിഞ്ഞാറ് ഭാഗത്ത് ആ നിഴൽ ഇല്ലാതെയായതിനു ശേഷം, പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് ചെയ്യുന്നു? നിഴൽ ഇല്ലാതെയാവുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ നിഴൽ കിഴക്ക് ഭാഗത്തേക്ക് പ്രത്യക്ഷപ്പെടാനും തുടങ്ങുന്നതായ സമയത്താണ് എന്താവുക? സവാൽ ആരംഭിക്കുക. ويمتد وقت الظهر إلى أن يصير ظل شيء مثله في الطول. ഇനി ഇങ്ങനെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ദുഹറിന്റെ സമയം ആരംഭിക്കും. ഏതുവരെയാണ് സമയം നീണ്ടുപോവുക? വയംതദ്ദു വഖ്തു ദുഹരി, ദുഹറിന്റെ സമയം ദീർഘിക്കും. ഇലാ അൻ യസീറ ദുല്ലു ഷൈഇ, ഒരു വസ്തുവിന്റെ നിഴൽ ആകുന്നത് വരെയും, മിസ്ലഹു, ആ വസ്തുവിന്റെ അതേ അളവ് ആകുന്നത് വരെയും, ഫിത്തൂലി, നീളത്തിൽ. സുമ്മയന്തഹി ബിദാലിക്, അതോടുകൂടി എന്ത് ചെയ്യും? ദുഹറിന്റെ സമയം അവസാനിക്കും. എന്താണ് ഇതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖ്തു ദുഹരി, ദുഹറിന്റെ സമയം ഇദാ സാലത്തി ശംസു, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയാലാണ്. വകാന വില്ലു റജുലി ഖതൂലിഹി, ഏതുവരെയാണത്? ഒരു മനുഷ്യന്റെ നിഴൽ അവന്റെ നീളത്തിനോട് എത്തുന്നത് വരെയുമാണ്. അപ്പോ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു വസ്തു, ഫോണാണെങ്കിൽ അതിന്റെ നീളം എത്രയാണെന്ന് നോക്കുക. അതിന്റെ ആ നീളത്തിന്റെ അതേ വലുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ നിഴൽ കിഴക്ക് ഭാഗത്ത് ഉണ്ടാവുക. കിഴക്ക് ഭാഗത്ത് ഇതിന്റെ നീളത്തിനുള്ളതായ നിഴൽ എത്തിക്കഴിഞ്ഞാൽ എന്തായി മാറി? ദുഹറിന്റെ സമയം അവസാനിച്ചു. ഇത് കണക്കാക്കപ്പെടേണ്ടത് ഉലമാക്കൾ പറയുന്നുണ്ട്. നമ്മൾ സൂര്യൻ മധ്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊന്നുണ്ടാവും, ഒരു വസ്തുവിന് ഒരു നിഴൽ ഉണ്ടാവും. മധ്യത്തിൽ, നേരെ മധ്യത്തിൽ വന്നാൽ അതിന്റെ ചുറ്റുഭാഗത്തു നിന്നുണ്ടാവും നിഴലുണ്ടാകും. ആ നിഴലിന് കൂടാതെയാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന നീളം അളക്കുക. അപ്പൊ ആ മധ്യാഹ്നത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന നിഴലിനെ കഴിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം എത്തുന്നത് വരെയും ആകുന്ന എപ്പോഴാണോ അപ്പോഴാണ് എന്താവുക? ദുഹറിന്റെ സമയം പൂർണ്ണമാവുക. ഇനി വയുസ്തഹബ്ബു തഅജീലുഹാ ഫി അവ്വലിൽ വഖതി, ഈ നമസ്കാരം ദുഹർ അതിന്റെ ആദ്യ സമയത്ത് തന്നെ വേഗതയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് മുസ്തഹബ്. പറയും അസറിന്റെ ബാങ്കാണോ എപ്പോഴാണ്? ഈ സമയം ആകുമ്പോഴാണ് എന്ത് ചെയ്യണേ? അസറിന്റെ ബാങ്കാവുന്നത്. അപ്പൊ യുസ്തഹബ്ബു തഅജീലുഹാ ഫി അവ്വലിൽ വഖതി, ഒന്നാമത്തെ സമയത്ത് തന്നെ നിർവഹിക്കൽ, അതിനെ ധൃതിയിലാക്കലാണ് എന്ത്? മുസ്തഹബ്, ഏറ്റവും ഉചിതം. ഇല്ലാ ഫി ശിദ്ദത്തിൽ ഹജ്ജ്, എന്നാൽ ശക്തമായ ചൂടുള്ള സമയത്തൊഴികെ. അത് ചൂടുള്ള നാടുകളിൽ, കഠിനമായ ചൂടുള്ള നാടുകളിൽ ഉള്ള കാര്യമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? കഠിനമായ ചൂടുള്ള സമയമാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഫയുസ്തഹബ്ബു തഅഖീറുഹാ, അതിന് പിന്തിക്കൽ ആണ് നല്ലത്. ഇലാ അൻ യൻകസിറൽ ഹർർ, ചൂടൊന്ന് എന്ത് ചെയ്യുന്നതുവരെയും, ഒന്ന് ശമിക്കുന്നത് വരെയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഇസ്തദ്ദൽ ഹർറു ഫഅബീദു ബിസ്സലാ, ചൂട് കഠിനമായി കഴിഞ്ഞാൽ നമസ്കാരത്തെ, അതായത് ദൂര നമസ്കാരത്തെ നിങ്ങൾ എന്ത് ചെയ്തോ? ഒന്ന് പിന്തിച്ചുകൊള്ളുക. ഫഇന്ന ശിദ്ദത്തൽ ഹജ്ജ് മിൻ ഫൈഹി ജഹന്നം, കഠിനമായ ഈ ചൂട് അത് നരകത്തിന്റെ ഫൈഹാണ്, അതിൽ നിന്ന് അടിച്ചു വീഴുന്ന കാറ്റാണ് എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിലുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാം? ഒന്ന് താമസിപ്പിക്കൽ നല്ലതാണ്. കഠിനമായ ചൂടുള്ള മേഖലകളിൽ
ചൂടുള്ള സമയത്ത്. ഇനി സ്വലാത്തുൽ അസ്ർ, അസ്റിന്റെ സമയമാണ്. അസ്റിന്റെ സമയം വയബുദഉ വഖ്തുഹാ മിൻ നിഹായത്തി വഖ്തി ദുഹരി. ദുഹറിന്റെ സമയം എപ്പോഴാണോ കഴിയുന്നത് അവിടെ മുതൽ എന്ത് ചെയ്തു? അസ്റിന്റെ സമയം ആരംഭിച്ചു. അതാണ് ഐ മിൻ മസീരി ദുല്ലി കുല്ലി ഷൈഇൻ മിസ്ലി, അതായത് ഓരോ വസ്തുവിന്റെയും നിഴൽ അതിനോളം എത്തുന്നത് വരെ. അപ്പോൾ ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ അതേ നീളത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തായി മാറി? ദുഹറിന്റെ സമയം തീർന്നു. അവിടെ നിന്ന് വീണ്ടും ഒന്ന് ചെയ്തു, കുറച്ചുകൂടി നിഴൽ മുന്നോട്ട് കയറി. അങ്ങനെയാണെങ്കിൽ എന്തായി തുടങ്ങി? അസ്റിന്റെ സമയം തുടങ്ങി. ഐ മിൻ മസീരി ദുല്ലി കുല്ലി ഷൈഇൻ മിസ്ലി വയംതദ്ദു ഇല ഇസ്തിറാരി ശംസി അല സ്വഹീഹ് മിൻ ഖൗലി അൽ ഉലമാ. അതെവിടെ വരെയുണ്ട് അതിന്റെ സമയം? ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. രണ്ട് ഉലമാക്കളുടെ രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും സഹീഹായ അഭിപ്രായ പ്രകാരം സൂര്യൻ എന്ത് ചെയ്യുന്നു? അസ്തമയത്തോട് അടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതിന് മഞ്ഞ നിറമുണ്ടാവും, അതുവരെയാണ് എന്നുള്ളതാണ്. അതല്ല അസ്തമയം തന്നെയാണ് എന്നുണ്ട് വേറെ ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഹദീസുകൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ട് വഖ്തുൽ അസ്രി മാ ലം തസ്ഫറ ശംസു. അസ്റിന്റെ സമയം സൂര്യൻ മഞ്ഞ നിറമാകാത്തിടത്തോളമാണ്. മഞ്ഞ നിറമായി കഴിഞ്ഞാൽ എന്തായി മാറി? അതിന്റെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ എന്നാൽ എന്താണ്? ഇൽത്തിറാറിന്റെ ഘട്ടത്തിൽ ഒരാൾക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്താണ്? മഗ്രിബ് വരെയും സമയമുണ്ട് എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇഖ്തിയാരിയായ, ഏറ്റവും ഉചിതമായ സമയം ഏതാണ്? ഈ പറയുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മഗ്രിബിന്റെ സമയം വരെയും ഇൽത്തിറാറിയായ, നമസ്കരിക്കാൻ സാധിക്കാതെ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമസ്കരിക്കാം എന്നുള്ളതുമാണ്. ഇനി വയുസന്നു തഅജീലുഹാ ഫി അവ്വലിൽ വഖത്ത്. അസ്റും അതിന്റെ ആദ്യ സമയത്ത് ധൃതിയിലാക്കുക എന്നുള്ളതാണ് എന്ത്? മുസ്തഹബായ സുന്നത്തായ കാര്യം. വഹിയ സ്വലാത്തുൽ വുസ്ത. ഈ അസ്ർ നമസ്കാരത്തെ കുറിച്ചാണ് വുസ്ത നമസ്കാരം എന്ന് പറയുന്നത്. അല്ലത്തി നസ്സല്ലാഹു അലൈഹാ ലിഫളിഹ. അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി പറയുന്നുണ്ട്. ഹാഫിദു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്ത. നമസ്കാരങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊള്ളുക, അതേപോലെ വുസ്ത നമസ്കാരത്തെയും. നമസ്കാരങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്ത്? വുസ്ത. പക്ഷേ അതിന് ശ്രേഷ്ഠത കൂടുതലാണ് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വഖദ് സബത ഫിൽ അഹാദിസ് അന്നഹ സ്വലാത്തുൽ അസ്ർ. അത് അസ്ർ നമസ്കാരമാണെന്ന് ഹദീസിൽ ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അസ്ർ നമസ്കാരത്തിന്റെ സമയം ഏതാണ്? ദുഹറിന്റെ സമയം അവസാനിച്ചത് മുതലാണ്. അതായത് ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? അസ്റിന്റെ സമയം തുടങ്ങും. ഉലമാക്കൾക്ക് ചെറിയ ഖിലാഫുകളെല്ലാം ഉണ്ട്, എന്നാലും പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്. ഹദീസുകളെല്ലാം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം പറഞ്ഞു ഹദീസുകൾ കാണാം, ثم صلى العصر حين راى الظل مثله. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം എത്തിക്കഴിഞ്ഞാൽ, എത്തിയതായി കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? അസ്ർ നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ അതായത് ളുഹറിന്റെ സമയം കഴിഞ്ഞു, അസ്ർ നമസ്കരിച്ചു. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എപ്പോഴും ഇദാ കാന ഫൈഉ റജുലി മിസ്ലഹു. ഒരു മനുഷ്യന്റെ നിഴൽ അവനോളം എത്തിക്കഴിഞ്ഞാൽ ജാഅഹു ലിൽ അസ്ർ. അസ്ർ നമസ്കാരത്തെ സമയമായി എന്ന് പഠിപ്പിക്കാൻ എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഖും യാ മുഹമ്മദ് ഫസ്വല്ലിൽ അസ്ർ. എന്നിട്ട് അസ്ർ നമസ്കരിക്കാൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന കൊടുത്തു. അപ്പോൾ അതാണ് അസ്ർ സമയം, അസ്റിന്റെ സമയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. മൂന്നാമത്തെ നമസ്കാരം സ്വലാത്തുൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരമാണ്. വയബ്ദഉ വഖ്തുഹാ ബിഗുറൂബി ശംസി. സൂര്യൻ അസ്തമിക്കുന്നതിനോടുകൂടെയാണ് അത് ആരംഭിക്കുക. ഐ ഗുറൂബി ഖുർസിഹാ ജമീഇ. സൂര്യന്റെ വൃത്തം പൂർണ്ണമായും എന്ത് ചെയ്യുക? അസ്തമിക്കുക. അതോടെയാണ് ആവുക. അതിന്റെ വൃത്തം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ബിഹൈസു ലാ യുറാ മിൻഹു ശൈഉൻ. സൂര്യനിൽ നിന്ന് ഒന്നും കാണപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് എന്ത് ചെയ്യണം? മറയണം. അപ്പോഴാണ് എന്താവുക? മഗ്രിബിന്റെ സമയം ആരംഭിക്കുക. ലാ മിൻ സഹലിൻ വലാ മിൻ ജബലിൻ. അത് താഴ്ന്ന പ്രദേശത്തു നിന്നാണെങ്കിലും ഉയർന്ന പ്രദേശത്താണെങ്കിലും. ഒരു നാട്ടിൽ തന്നെ ഉയർന്ന പ്രദേശമുണ്ട്, താഴ്ന്ന പ്രദേശമുണ്ട്. എവിടെ നോക്കിയാലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. വയുഅറഫു ഗുറൂബു ശംസി അയ്ളൻ ബിഇഖ്ബാലി ദുൽമതി അല്ലൈലി മിനൽ മശ്രിഖ്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് അറിയാനുള്ള ഒരു മാർഗ്ഗമാണ്.
സൂര്യൻ എന്ത് ചെയ്യുക, പടിഞ്ഞാറ് ഭാഗത്ത് ചക്രവാളത്തിൽ പൂർണ്ണമായി മറയുക. അതാണ് ഒരു മാർഗം. മറ്റൊരു മാർഗം, കിഴക്കൻ ചക്രവാളത്തിൽ രാത്രിയുടെ ഇരുള് അത് എന്ത് ചെയ്യുക, പ്രകടമാവുക. അതിലൂടെയും എന്ത് മനസ്സിലാക്കാം, സൂര്യൻ അസ്തമിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പൊ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു, കിഴക്കൻ ചക്രവാളത്തിൽ എന്ത് ചെയ്തു, ഇരുള് മൂടി. അങ്ങനെ മൂടിക്കഴിഞ്ഞാലും ഇത് മനസ്സിലാക്കാം, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസിന് ഒരു സന്ദർഭമുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികൾ ഒരു യാത്രയിലാണ്. യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് എന്ത് ചെയ്തു, നോമ്പ് തുറക്കാനുള്ളതായ പാനീയം റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോ സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് സംശയം തോന്നിയ സഹാബി പറഞ്ഞു, എന്താണ്, സൂര്യൻ അസ്തമിച്ചിട്ടില്ലല്ലോ നബിയെ, ഇനിയും പകലുണ്ടല്ലോ എന്നുള്ളത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. മുസ്ലിം 2-3 പ്രാവശ്യം ആവർത്തിച്ച് കൽപ്പന കൊടുത്തു. അപ്പോൾ ഈ സഹാബിക്ക് വലിയ സംശയം. അപ്പൊ നബി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 4-ാമത്തെ പ്രാവശ്യം ഈ സഹാബി പാനീയം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന, അവിടെ നിന്ന്, അതായത് കിഴക്ക് നിന്ന് എന്ത് ചെയ്താല് രാവ് ഇരുള്, രാത്രിയുടെ ഇരുള് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, അത് പറഞ്ഞാറു മിൻഹാഹുന, അവിടെ നിന്ന് പകലിന്റെ വെളിച്ചം ഇല്ലാതെയായി കഴിഞ്ഞാൽ, ഫഖദ് അഫ്തറ സായിം, അപ്പൊ നോമ്പുകാരൻ എന്ത് ചെയ്യാം, നോമ്പ് മുറിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പ് മുറിക്കുന്ന സമയമായി. അപ്പൊ അതില് എന്ത് ചെയ്യേണ്ടതില്ല, ഈ വിശ്വാസം ഉണ്ടാകേണ്ട കാര്യമില്ല. നോമ്പ് മുറിക്കാൻ സമയമായി കഴിഞ്ഞാൽ ഉടനെ മുറിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ എന്ത് ചെയ്തത്, പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സൂര്യൻ അസ്തമിച്ചു എന്നുള്ളതിന് 2 അടയാളങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാവും. ഒന്ന്, സൂര്യന്റെ വൃത്താകൃതി പൂർണ്ണമായും മറയിലാണ് എങ്കിൽ. മറ്റൊന്ന് എന്ത് ചെയ്യുന്നു, കിഴക്ക് ഭാഗത്ത് രാത്രിയുടെ ഇരുൾ എന്ത് ചെയ്യുക, പ്രകടമാവുക എന്നുള്ളതാണ്. ഇനി അപ്പോ മഗ്രിബിന്റെ സമയം അവിടെ നിന്ന് തുടങ്ങി, അസ്തമയം മുതൽ. ثم يمتد وقت المغرب الى مغيب الشفق الاحمر, പിന്നീട് മഗ്രിബിന്റെ സമയം നീണ്ടുപോകും എവിടെ വരെയും, ഷഫഖുൽ അഹ്മർ അപ്രത്യക്ഷമാകുന്നവരെയും. ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവന്ന കളർ, ചെഞ്ചായം, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉണ്ടാകുന്ന എന്താണ്, ഒരു ചുവന്ന കളർ. ഷഫഖ് എന്ന് പറഞ്ഞാൽ ബയാദുൻ, ഒരു വെളുത്ത കളറാണ്. തുഖാനിതുഹു ഹുംറത്തുൻ, അതിനോ എന്തായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും, ചുവപ്പ് മിക്സ് ആയിട്ടുള്ള ഒരു വെളുത്ത കളറാണ്. അതിനാണ് എന്ത് പറയുന്നത്, ഷഫഖുൽ അഹ്മർ എന്ന് പറയുന്നത്. അപ്പൊ അസ്തമിച്ച ഉടനെ എന്ത് ചെയ്യും, ഈ പറയുന്ന ചെഞ്ചായം അല്ലെങ്കിൽ ഈ ചുവപ്പ് കലർന്ന വെളുപ്പ് ചക്രവാളങ്ങളിൽ ഉണ്ടാവും. പിന്നീട് ആദ്യം ഈ പറഞ്ഞ ചുവന്ന നിറം ആദ്യം എന്ത് ചെയ്യും, ഇല്ലാതെയാകും. വയബഖാ ബയാദുൻ ഖാലിസുൻ, പിന്നീട് വെളുപ്പ് മാത്രം അവശേഷിക്കും. സുമ്മ യഗീബ്, പിന്നെ ആ വെളുപ്പ് എന്ത് ചെയ്യും, അപ്രത്യക്ഷമാകും. അപ്പോ അങ്ങനെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഫയുസ്തദല്ലു ബിഗൈബൂബത്തിൽ ബയാദ് അലാ മഗീബിൽ ഹുംറ, ഈ വെളുപ്പും ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ പറയുന്ന ചെഞ്ചായം പൂർണ്ണമായി ഇല്ലാതെയായി എന്നുള്ളതിനുള്ള തെളിവാണ്. അതോടുകൂടി എന്റെ സമയം അവസാനിച്ചു, മഗ്രിബിന്റെ സമയം അവസാനിച്ചു. വയുസന്നു തഅജീലു സ്വലാത്തുൽ മഗ്രിബ് ഫി അവ്വലി വഖതിഹാ, മഗ്രിബും അതിന്റെ ആദ്യ സമയത്ത് തന്നെ ധൃതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് സുന്നത്താക്കപ്പെട്ടത്. ലിമാ റവ തിർമിദി വസഹഹഹു അൻ സലമ, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ് അതിനുള്ള തെളിവ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി അൽ മഗ്രിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു. ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ ഉടനെ നമസ്കരിക്കുമായിരുന്നു. വതവാറത്ത് ബിൽ ഹിജാബി, സൂര്യൻ അത് മറ സ്വീകരിക്കുകയും ചെയ്താൽ, സൂര്യൻ മറഞ്ഞു പോയി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ച് പൂർണ്ണമായി മറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യുമായിരുന്നു, നമസ്കരിക്കുമായിരുന്നു. قال وهو قول أكثر أهل العلم من الصحابة ومن بعدهم من التابعين, ഇതാണ് അധികം ഉലമാക്കളുടെയും അഭിപ്രായം. സ്വഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഉള്ള അധികം ഉലമാക്കളുടെ അഭിപ്രായം എന്താണ്, മഗ്രിബ് അതിന്റെ ആദ്യ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നിർവഹിക്കണം എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് താമസിക്കാൻ പാടില്ല. ഇല്ല, അതായത് ഇതിന് ഏകദേശം ഒരു 1.25 മണിക്കൂറാണ് ഇത് വരിക. ഈ പറയുന്ന ചെഞ്ചായ ചുവന്ന കളറ് മാറി അതേപോലെ തന്നെ വെളുപ്പ് നിറവും പൂർണ്ണമായി
മാറുമ്പോൾ അതിന് എടുക്കുന്ന സാധാരണ സമയത്തിലാണ്. ഇത് ഏകദേശം ഒരു 1.25 മണിക്കൂറാണ്. 1.25, 1:20 ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിനുള്ളിൽ എടുക്കുന്ന സമയം. പൂർണ്ണമായിട്ട് മാറണം. ആദ്യം ചുവന്ന കളർ മാറും, പിന്നീട് ശേഷം എന്ത് ചെയ്യും, പൂർണ്ണമായും തീരെ വെളുപ്പില്ലാതെ മാറും. അപ്പോഴാണ് ഇഷാന്റെ സമയം ആരംഭിക്കുക. ഇനി സ്വലാത്തുൽ ഇഷ, അടുത്തത് ഇഷ നമസ്കാരമാണ്. വയബ്ദഉ വഖ്തുഹാ ബിൻതിഹാഇ വഖ്തിൽ മഗ്രിബ്, മഗ്രിബിന്റെ സമയം അവസാനിക്കുന്നതോടുകൂടി എന്തിന്റെ സമയം ആരംഭിച്ചു? ഇഷാന്റെ സമയം ആരംഭിച്ചു. ഐ ബി മഗ്രിബി ഷഫഖിൽ അഹ്മർ, അതായത് ഷഫഖുൽ അഹ്മർ, ഈ പറയുന്ന ചുവന്ന കളർ, അത് ചുവന്ന കളർ ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ വെളുപ്പും ചുവപ്പും കലർന്നതാണ്. ആദ്യം ചുവപ്പ് നീങ്ങും, പിന്നീട് എന്ത് ചെയ്യും, വെളുപ്പ് നീങ്ങും. അപ്പോൾ ഈ ഷഫഖുൽ അഹ്മർ ഇല്ലാതെയാകുന്നതോടുകൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇഷാന്റെ സമയം ആരംഭിക്കുക. വയംതദ്ദു ഇലാ തുലൂഇൽ ഫജ്രി സാനി, അതിന്റെ സമയം എവിടെ വരെയാണ് നീളുക? തുലൂഉൽ ഫജ്രി സാനി, ഫജ്റു സാദിഖ് വെളിവാകുന്നവരെ. ഫജ്ർ 2 എണ്ണമുണ്ട്. ഫജ്റുൽ അവ്വലുണ്ട്, ഫജ്റു സാനി ഉണ്ട്. ഫജ്റുൽ കാദിബ് ഉണ്ട്, ഫജ്റു സാനി ഉണ്ട്, ഫജ്റു സാദിഖ് ഉണ്ട്. ഫജ്റുൽ സാനി എന്ന് പറയാൻ നമ്മുടെ സുബ്ഹിന്റെ സമയമാണ്. സുബ്ഹിന്റെ സമയം എത്തുന്നത് വരെയും അതിന്റെ സമയം നീളും. എന്നൊരു മുസന്നിഫ് പറയുന്നു, വയൻഖസിമു ഇലാ ഖിസ്മൈ, ഈ സമയം 2ആയിട്ട് വേർതിരിയുന്നുണ്ട്. വഖ്ത് ഇഖ്തിയാരി, ഒന്ന് വഖ്ത് ഇഖ്തിയാറാണ്, അതായത് ഏറ്റവും ഉചിതമായി നിർവഹിക്കപ്പെടേണ്ട സമയം. അത് യംതദ്ദു ഇലാ സുലുസിൽ ലൈൽ, അത് എവിടെ വരെയുള്ളൂ? രാത്രി 3ആയിട്ട് ഭാഗിച്ചാൽ അതിന്റെ ആദ്യത്തെ 1/3 കഴിയുന്നത് വരെയുള്ളൂ അതിന്റെ ഇഖ്തിയാരിയായ സമയം. വഖ്ത് ഇദ്തിറാർ, രണ്ടാമത്തെ ഇദ്തിറാറിന്റെ സമയമാണ്. ഒരാൾക്ക് ആ സമയത്ത് നിർവഹിക്കപ്പെടാൻ പറ്റിയില്ല എങ്കിൽ പിന്നീട് നിർവഹിക്കാവുന്ന സമയമാണ്. അതാണ് മിൻ സുലുസിൽ ലൈൽ ഇലാ തുലൂഇൽ ഫജ്രി സാനി, സുബ്ഹിന്റെ സമയം വരെ നീളുന്നത്. അപ്പോൾ ഇതിൽ ഉലമാക്കൾക്ക് 2 അഭിപ്രായമുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് രാത്രിയുടെ മുൻതസ്ഫുൽ ലൈൽ, പകുതി വരെയും ആണ് എന്തുള്ളൂ, ഇഷാന്റെ സമയമുള്ളൂ. അതിന് മുമ്പ് ചെയ്തിരിക്കണം, നിർവഹിച്ചിരിക്കണം. അതിലേക്ക് സൂചന നൽകുന്ന പല ഹദീസുകളുമുണ്ട്. എന്നാൽ ഇൽത്തിറാറിന്റെ ഘട്ടത്തിൽ എന്ത് ചെയ്യാം, അത് സുബഹിന്റെ സമയം വരെയുമാകാമെന്ന് ചില ഹദീസുകളുടെ തെളിവ് പിടിച്ചുകൊണ്ട് ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതെങ്ങനെയാണെങ്കിലും അതിന്റെ എന്താണ് മുൻതസ്ഫുൽ ലൈൽ, അർദ്ധരാത്രിക്ക് മുമ്പ് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ, സൂക്ഷ്മതയ്ക്ക് നല്ലത്. വതഅഖീറു സ്വലാത്തി ഇലാ ആഖിരിൽ വഖ്തി അൽ മുഖ്താരി ഇലാ സുലുസിൽ ലൈൽ അഫ്ളലു ഇൻ സഹുല. ഈ ഇശാ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശ്രേഷ്ഠമായ സമയം എപ്പോൾ നിർവഹിക്കലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മുഖ്താറായ സമയമുണ്ടല്ലോ, മുൻതസ്ഫുൽ ലൈൽ, അല്ലെങ്കിൽ രാത്രി 3ആയിട്ട് ഭാഗിച്ചാൽ അതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞു കിടക്കുന്നത് വരെയും അതിനെ കുറച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് എന്ത്, അത് ശ്രേഷ്ഠമാണ്. ഇൻ സഹുല, അതാണ് എളുപ്പമെങ്കിൽ മാത്രം. നേരെ മറിച്ച് ഫൈൻ ഷഖ്ഖഅൽ മഅ്മൂമീൻ, മഅ്മൂമീങ്ങൾക്ക് അത് പ്രയാസകരമാണ്. എന്നാൽ ഫൽ മുസ്തഹബ്ബു തഅജീലുഹാ ഫി അവ്വലി വഖ്തിഹാ, എന്നാൽ അത് ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ത്, അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരം. ദഫ്അൻ ലിൽ മഷഖത്തി, എന്തിനു വേണ്ടിയിട്ട്? മഷഖത്തിന്, പ്രയാസത്തെ തടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. പ്രയാസമൊന്നുമില്ല എങ്കിൽ അതിനെ കുറച്ച് എന്ത് ചെയ്യാം, ചിന്തിക്കുക എന്നുള്ളത് നല്ലതാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, പണിയെടുത്തും മറ്റൊക്കെ ക്ഷീണിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമസ്കാരം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ത്, ഏറ്റവും ഉചിതം. വയുക്റഹു നൗമു ഖബ്ല സ്വലാത്തിൽ ഇശാ, ഇശ നമസ്കരിക്കുന്നതിന് മുമ്പ് കിടന്ന് ഉറങ്ങുന്നത് കറാഹത്താണ്, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. ലിഅല്ലാ യസ്തഗ്രിഖ നായിമു ഫതഫൂതഹു, കാരണം ഈ ഉറങ്ങുന്നവൻ ഉറക്കത്തിൽ ഗാഢമായി നിദ്രയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ, അങ്ങനെ പോകുന്നതിലൂടെ അവൻ നമസ്കാരം തന്നെ എന്ത് ചെയ്തേക്കും, നഷ്ടപ്പെട്ടു പോയേക്കും. വയുക്റഹുൽ ഹദീസു ബഅദഹ, ഇശാ നമസ്കാരത്തിന് ശേഷം പിന്നീട് സംസാരിച്ചിരിക്കുക എന്നുള്ളതും എന്താണ്, കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. വഹുവ തഹാദുസു മഅന്നാസ്, അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളോടൊത്ത് ദീർഘ സംസാരിച്ചിരിക്കുക ഇശാ നമസ്കാരത്തിന് ശേഷം. لأن ذلك يمنعه من المبادرة بالنوم حتى يستيقظ مبكرا, കാരണം അങ്ങനെ സംസാരിച്ചിരുന്നാൽ അത് മുബക്കിറായിട്ട് നേരത്തെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് തടസ്സമായി തീരും പിന്നീട്. ഫയംബഗി النوم بعد صلاة العشاء مباشرة, അതുകൊണ്ട്
ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഒരാൾക്ക് അനിവാര്യമായ കാര്യം പെട്ടെന്ന് എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇശാ നമസ്കാരം കഴിഞ്ഞു, അതിന്റെ സുന്നത്ത് നിർവഹിച്ചു, അതുപോലെ തന്നെ വിത്ർ നമസ്കരിക്കുന്നവർ അത് കഴിഞ്ഞു, അത് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം, അതാണ് അനിവാര്യം. ലിയഖൂമ ഫി ആഖിരിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ ഉണരാൻ വേണ്ടിയിട്ട്, ഫയതഹജ്ജദ്, എന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, വയുസല്ലി അൽ ഫജ്റ ബിനശാത്തിൻ, എന്നിട്ട് നല്ല ഉണർവോടെ ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ലഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹു അൻ-നൗമ ഖബ്ലഹാ വൽ ഹദീസ ബഅദഹാ. ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതിന് വെറുത്തിരുന്നു, ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കുന്നതിനെയും എന്ത് ചെയ്തിരുന്നു, വെറുത്തിരുന്നു. വഹാദാ ഇദാ കാന സഹറുഹു ബഅദൽ ഇശാഇ മിൻ ഗൈരി ഫായിദ, ഇത് ഒരു ഫായിദയും ഇല്ലാതെ സംസാരിച്ചിരിക്കുന്നതാണ്, ഒരു പ്രയോജനമില്ലാത്ത വെറുതെ എന്ത് ചെയ്യുക, ചായ കുടിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിന്നുണ്ട് ആളുകൾ രാത്രി ജീവിതം എന്ന് പറയുന്ന പ്രത്യേക രീതി വരുന്നുണ്ട്. ഇശായിട്ട് പുറത്തു പോവുക, എന്നിട്ട് രാത്രി 1 മണിക്കോ 2 മണിക്കോ കയറി വരുന്ന ഒരു രീതി, ഇത് എന്താണ്, അതാണ് വിലക്കപ്പെട്ടത്, അത് പാടില്ലാത്തതാണ്. എന്നാൽ എന്തെങ്കിലും ഫായിദയുള്ള കാര്യമാണ്. അമ്മ ഇദാ കാന ലിഗാറദിൻ സ്വഹീഹിൻ വഹാജത്തിൻ മുഫീദ, എന്തെങ്കിലും നല്ലതായ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണകരമായ ആവശ്യമുണ്ട്, എന്നാൽ ഫലാ ബഅസ്, ഒരാൾക്ക് ഇൽമു പഠിക്കണം, പഠനത്തിലാണവൻ, അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, അതിൽ മുഴുകിയിരിക്കുകയാണ്, എന്നാൽ എന്തില്ല, കുഴപ്പമില്ല. അതല്ലാതെ വെറുതെ എന്ത് ചെയ്യുക, തമാശയ്ക്കും കളിക്കുമായിട്ട് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് പാടില്ലാത്ത കാര്യമാണ് ഇശാഇന് ശേഷം. ഇനി അടുത്ത 5-ാമത്തേത് സ്വലാത്തുൽ ഫജ്രി, ഫജ്ർ നമസ്കാരമാണ്. വയബ്ദഉ വഖ്തുഹാ ബിതുലൂഇൽ ഫജ്രി സാനി, ഫജ്ർ സാനി ഉദിക്കുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുക, സുബ്ഹിന്റെ സമയം ആരംഭിക്കുക. വയംതദ്ദു ഇലാ തുലൂഇ ശംസി, അത് സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അതിന്റെ സമയം നീളുക. വയുസ്തഹബ്ബു തഅജീലുഹാ ഇദാ തഹഖഖ തുലൂഉൽ ഫജ്ർ, തുലൂഉൽ ഫജ്ർ ഉറപ്പായി കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യണം, നിർവഹിക്കുകയും ചെയ്യണം. തുലൂഉൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഗ്രിബ് എന്താണ്, അഷ്റഫഖുൽ അഹ്മർ ഉണ്ടല്ലോ, മഗ്രിബിന് ശേഷം ഉണ്ടാകുന്ന ചായം, അത് മായുന്നത് പറഞ്ഞല്ലോ. അതേപോലെ ഉദയത്തിന് മുന്നേ എന്ത് ചെയ്യുന്നു, കിഴക്കൻ ചക്രവാളത്തിൽ ഉണ്ടാകുന്ന പ്രകാശമാണെന്ത്, ഈ തുലൂഉൽ ഫജ്ർ, അൽ ഫജ്റു സാനി. ഫജ്ർ 2 രീതിയിലുണ്ട്, ഫജ്റുൽ കാദിബുമുണ്ട്, ഫജ്റു അസ്വാദിഖുമുണ്ട്. ഫജ്റു സ്വാദിഖാണ് സുബ്ഹിന്റെ സമയം ആരംഭിക്കുന്നത്. അതിന്റെ പ്രത്യേകത, അത് ചക്രവാളത്തിനോട് ചേർന്നാണ് ആ പ്രകാശം ചെയ്യുക, ഉണ്ടാവുക. അത് ഈ പറയുന്ന രീതിയിൽ വീതിയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ചക്രവാളത്തിനോട് ചേർന്ന് വീതിയിലായിരിക്കും ആ പ്രകാശം ഉണ്ടാവുക, ചക്രവാളത്തോട് ചേർന്നായിരിക്കും. ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് വികസിച്ച് വെളിച്ചം കൂടിക്കൂടി വരികയുള്ളൂ, പിന്നീട് അത് മാഞ്ഞു പോവുകയില്ല. അതാണ് ഫജ്ർ സാദിഖിന്റെ പ്രത്യേകത. ഫജ്റുൽ കാദിബ് അതിന് മുമ്പ് വരുന്നതാണ്, അത് ചക്രവാളത്തിന് മുകളിലായിരിക്കും ഉണ്ടാവുക, നീളത്തിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യും, ഇരുട്ടുണ്ടാകും. അതല്ല സുബ്ഹിന്റെ സമയം, സുബ്ഹിന്റെ സമയം ചക്രവാളത്തിനോട് ചേർന്നുകൊണ്ട് ഉണ്ടാവുന്ന എന്താണ്, ഫജ്ർ സാദിഖ് വെളിവാകുന്നതിലൂടെയാണ് ഉണ്ടാവുക, സമയം ആരംഭിക്കുക. ഫജ്ർ സാദിഖ് വെളിപ്പെടുന്നതിലൂടെയാണ് സുബ്ഹ് നമസ്കാരത്തിന്റെ സമയം ആരംഭിക്കുക. അതെന്ത് ചെയ്യും, സൂര്യൻ ഉദിക്കുന്നത് വരെയും നീണ്ടു നിൽക്കും അതിന്റെ സമയം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഗ്രിബിന് അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചായം പൂർണ്ണമായി മാറുന്നത് 1.25 മണിക്കൂർ ഏകദേശം. അതേപോലെ തന്നെയാണ് ഫജ്ർ സാദിഖ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഏകദേശം 1.25 1:20 ഒക്കെ സമയം ആകുമ്പോഴാണ് എന്തുണ്ടാവുക, സൂര്യൻ ഉദിക്കുക. അതാണ് സുബ്ഹിന്റെ സമയം. ഹാദിഹി മവാഖിത്തു സ്വലവാത്തിൽ ഖംസ്, ഇതാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയങ്ങൾ. അല്ലത്തി ഫറദഹ അല്ലാഹു ഫീഹാ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരങ്ങളെ ഈ സമയങ്ങളിലാണ് നിർബന്ധമാക്കിയത്. ഫഅലൈക ബിത്തഖയ്യുദ് ബിഹാ, അതുകൊണ്ട് അതിനെ നീ കൃത്യമായി എന്ത് ചെയ്യും, ചിട്ടപ്പെടുത്തൽ നിന്റെ മേൽ നിർബന്ധമാണ്. ബിഹൈസു ലാ തുസല്ലിഹാ ഖബല വഖതിഹാ, അതിന്റെ സമയത്തിന് മുമ്പ് നീ നമസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വലാ തുഅഖിറഹാ അൻ, ഈ സമയത്തെ തൊട്ട് നമസ്കാരങ്ങൾ നീ ചെയ്യാൻ പാടില്ല, പിന്തിക്കാനും പാടില്ല. ഫഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കരിക്കുന്നവർക്ക് നാശമുണ്ട്,
അവരുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹ, നമസ്കാരത്തെ അതിന്റെ സമയങ്ങളിൽ നിന്ന് പിന്തിച്ച് നമസ്കരിക്കുന്നവർക്കാണ് ഈ പറയുന്ന നാശം, വൈൽ എന്നുള്ളതാണ്. മറ്റൊരായത്തിൽ കാണാം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അമ്പിയാക്കന്മാർക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു, വരുന്നു. അദാഉ സ്വലാ, അവർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ്. വത്തബഉ ഷഹവാത്ത്, ഇച്ഛകളെ പിന്തുടരുന്നവരാണ്. ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ഗയ്യിനെ കണ്ടുമുട്ടും. ഈ പറയുന്ന വൈൽ തന്നെയാണ്. വമഅന അദാഉഹ, അതിനെ പാഴാക്കും എന്ന് പറഞ്ഞാൽ അഖറുഹ അൻ വഖതി, തീരെ നമസ്കരിക്കാതിരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ നമസ്കാരം തോന്നുന്നത് പോലെ നമസ്കരിക്കുന്നു. അവന്റെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് അതിനെ സമയത്തിൽ നിന്ന് പിന്തിച്ചുകൊണ്ടുമല്ല, അവനെ തോന്നുന്ന പോലെ നമസ്കരിക്കുന്നു. അതാണ് ഫല്ലദീ യുഅഖിറു സ്വലാത അൻ വഖതിഹാ സമ്മാഹു അല്ലാഹു സാഹിയൻ അൻഹാ വമുദയ്യിഅൻ ലഹാ. ഇങ്ങനെ നമസ്കാരത്തെ അതിന്റെ സമയത്തിൽ നിന്ന് പിന്തിക്കുന്ന ആളുകളെ അള്ളാഹു പറഞ്ഞത് അശ്രദ്ധനായിട്ട്, നമസ്കാരത്തെ പാഴാക്കുന്നവൻ, അശ്രദ്ധ കാണിക്കുന്നവൻ എന്നാണ് അള്ളാഹു അവന് നൽകിയ പേര്. വതവഅദഹു ബിൽ വൈൽ വൽ ഗയ്യ, വൈലും ഗയ്യും അള്ളാഹു അവർക്ക് നൽകിയ താക്കീതാണ്. വൈലുണ്ട്. വഹുവ വാദിൻ ഫീ ജഹന്നം, ജഹന്നമിലുള്ള ഒരു താഴ്വരയാണ് ഈ പറയുന്നത്. വമൻ നസിയഹാ ഔ നാമ അൻഹാ തജിബു അലൈഹി മുബാദറത്തു ഇലാ ഖവാഇഹാ. ഇനി ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്തു, നമസ്കാരത്തെ മറന്നുപോയി, സ്വാഭാവികമായ മറവി അവനുണ്ടായി, അല്ലെങ്കിൽ അവൻ ആ സമയത്ത് ഉറങ്ങിപ്പോയി, അവിചാരിതമായി ഉറങ്ങിപ്പോയി, എന്നാൽ തജിബു അലൈഹി മുബാദറത്തു ഇലാ ഖവാഇഹാ, അത് പെട്ടെന്ന് വീട്ടുന്നതിലേക്ക് അവൻ ധൃതി കാണിക്കണം. എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. അതല്ലെങ്കിൽ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ നസിയ സ്വലാത്തൻ ഔ നാമ അൻഹാ, ഒരാൾ നമസ്കാരത്തെ മറന്നുപോയാൽ അല്ലെങ്കിൽ അതിനെ തൊട്ട് ഉറങ്ങിപ്പോയാൽ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹ, ഓർത്താൽ ഉടനെ അവൻ എന്ത് ചെയ്യട്ടെ, നമസ്കരിക്കട്ടെ. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക, അതല്ലാതെ വേറൊരു പ്രായശ്ചിത്തവും അതിലില്ല. അപ്പോൾ മറന്നുപോയാൽ ഉറങ്ങിപ്പോയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമസ്കരിക്കുക എന്നുള്ളതാണ്. ഫതജിബുൽ മുബാദറത്തു ലിഖളാഇ സ്വലാത്തിൽ ഫായിതതി അലൽ ഫൗൽ, അപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നമസ്കാരങ്ങളെ പെട്ടെന്ന് തന്നെ അതിനെ ഖളാ വീട്ടുക എന്നുള്ളത്, അതിൽ ധൃതി കാണിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണത്, പെട്ടെന്ന് വീട്ടണം എന്നുള്ളത്. വലാ യൻതദിറു ഇലാ ദുഖൂലി വഖതി സ്വലാത്തി അല്ലത്തി തുഷാബിഹുഹാ കമാ യദുന്നു ബഅദുൽ അവാം. ചില ആളുകൾ ധരിച്ചതുപോലെ അവര് എന്ത് ചെയ്യും, ദുഹർ ഇന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ ദുഹറാകുന്നതുവരെ എന്ത് ചെയ്യും, കാത്തിക്കും. എന്നിട്ട് ആ ദുഹറിന്റെ കൂടെ എന്ത് ചെയ്യും, രണ്ടെണ്ണമായിട്ട് നമസ്കരിക്കും. അതുപോലുള്ള ഒരു നമസ്കാരം വരുന്നത് വരെയും കാത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ നമസ്കരിക്കുന്നു. ഇത് അല്ല ചെയ്യേണ്ടത്. എപ്പോഴാണോ ഓർക്കുന്നത്, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ഉടൻ തന്നെ ചെയ്യുക, നിർവഹിക്കുക എന്നുള്ളതാണ്. വലാ യുഅഖിറുഹാ ഇലാ ഖുറൂജി വഖ്തി നഹി, നഹീന്റെ സമയത്തിലേക്ക് പുറപ്പെടുന്നത് വരെയും എന്ത് ചെയ്യാൻ പാടില്ല, അതായത് അതിന് പിന്തിക്കാൻ പാടില്ല. അതായത് ഏത് നമസ്കാരവും അതിന്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നിർവഹിക്കണം. നമസ്കാരം നിഷിദ്ധമായ ചില സമയങ്ങളുണ്ട്, ആ സമയങ്ങളിലേക്ക് പോകുന്നത് വരെയും അതിന് പിന്തിക്കാൻ പാടില്ല. ബൽ യുസല്ലിഹാ ഫിൽ ഹാൽ, അതാത് സമയത്ത് തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അപ്പോൾ നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കുന്നതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ഫായിദകൾ ധാരാളം ഉലമാക്കൾ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിത ക്രമത്തെ ചിട്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സമയങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്നത്. ആരാണോ അതിനെ യഥാസമയങ്ങളിൽ പിന്തുടരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അത് നിർവഹിക്കൽ ഏറ്റവും എളുപ്പമായിരിക്കും. എന്ന് മാത്രമല്ല അവന്റെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളും നല്ല ചിട്ടയുള്ളതായി തീരാനും എന്ത് ചെയ്യും, ഇത് സഹായിക്കും. കൃത്യമായി സമയം ബോധമുള്ള ഒരു മനുഷ്യനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവനെ കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, നമസ്കാരം തോന്നുമ്പോൾ നമസ്കരിക്കുന്നവനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ ജീവിതം താളം തെറ്റും അതിനനുസൃതമായിക്കൊണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട സമയങ്ങളിൽ നമസ്കരിക്കുകയും അതിനോടനുബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ, കരുപ്പിടിപ്പിക്കട്ടെ. അതിനോടനുബന്ധിച്ച് അവന്റെ മറ്റുള്ള പ്രവർത്തികളെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, അവന്റെ ജീവിതം തന്നെ ചിട്ടയുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അള്ളാഹു സമയാസമയങ്ങളിൽ കൃത്യമായി നമസ്കരിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അത് പ്രാർത്ഥിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാം എന്ത് ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മയും നമ്മുടെ മക്കളെയുമെല്ലാം നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമസ്കാരത്തിന്റെ നിബന്ധനകൾ ഒന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തേത്
ഔറത്ത് മറക്കലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത തരത്തിൽ സംസാരിക്കാം. എങ്കിലും സംശയങ്ങളുണ്ടോ? സമയം അത് പ്രത്യേകമായ വിഷയമാണ്. അത് കുഴപ്പമില്ല, അനുവദനീയമാണ്. അതായത് ജംആക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ഒന്നിച്ച് നമസ്കരിക്കേണ്ട സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ പ്രശ്നമില്ല. കുഴപ്പമില്ല. അനുവദനീയമായ ആൾക്കാണെങ്കിൽ പറ്റും. യാത്രയിലോ അതല്ലെങ്കിൽ രോഗമോ